നവകേരളം തീർക്കുവാൻ, നവകേരളം തീർക്കുവാൻ, നവകേരളം തീർക്കുവാൻ, നവകേരളം തീർക്കുവാൻ, നവകേരളം തീർക്കുവാൻ, നവകേരളം തീർക്കുവാൻ. കേട്ടുകേൾവി പോലും ഇല്ല കേട്ടോ. എന്ത്? അല്ല, ഇതൊന്നും കേട്ടുകേൾവി പോലും ഇല്ലെന്ന് പറയായിരുന്നേ. എന്താ എന്താണെന്ന് പറ, ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അത് ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്താനും എല്ലാത്തരം ജനങ്ങളുമായിട്ട് സംസാരിക്കാനും ചർച്ച നടത്താനും ഒക്കെ ആയിട്ട് മുഖ്യമന്ത്രിയും എല്ലാ മന്ത്രിമാരും, അതായത് നമ്മുടെ മന്ത്രിസഭ മൊത്തം ഇങ്ങോട്ട് വരികയാണ്. ഇങ്ങോട്ടോ? എപ്പോ? മന്ത്രിസഭ മൊത്തം ഇങ്ങോട്ട് വരികയാണോ? എന്ന് വെച്ചാൽ ഇങ്ങോട്ടെന്ന് വെച്ചാൽ നമ്മുടെ പാലക്കാട്ടേക്ക് നവകേരള സദസ്സ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം കഴിഞ്ഞ് ഡിസംബർ 1 നമ്മുടെ പാലക്കാട്ടേക്ക് വരികയാണേ. തൃത്താലയിലാണ് ആദ്യം വരുന്നത്. ഓഹോ, അതിതുവരെ കേട്ടിട്ടില്ല, കേട്ടുകേൾവി പോലും ഇല്ല. അതാണ് പറഞ്ഞത്, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസമൊക്കെ ഉണ്ടാവും. ഓ, അതായത് ഈ വീട്ടുമുറ്റ സദസ്സൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അല്ലേ? അതിൽ വരുന്ന അഭിപ്രായങ്ങളും പരാതികളും ഒക്കെ വകുപ്പ് തലത്തിലും അവിടെ പറ്റാത്തതൊക്കെ സർക്കാർ തലത്തിലും പരിഹരിക്കും. അങ്ങനെ എവിടെയോ വായിച്ചല്ലോ. അതെ അതെ, അത് ശരിയാ. മാത്രമല്ല, നവകേരള സദസ്സ് നടക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലെയും വേദിക്കടുത്ത് ആൾക്കാർക്ക് പരാതി കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. അതായത് ഒരു മന്ത്രിസഭ മൊത്തം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്നു. കേട്ടുകേൾവി പോലുമില്ല. എന്തായാലും സംഭവം ഉഷാറാണ്. ജനകീയ മന്ത്രിസഭ ജനങ്ങൾക്കൊപ്പം നവകേരള സദസ്സ് പാലക്കാട് ജില്ലയിൽ മണ്ഡലാടിസ്ഥാനത്തിൽ ഡിസംബർ 1 മുതൽ 3 വരെ. കേരളം നമ്മെ വിളിപ്പൂ, നവകേരളം തീർക്കുവാൻ, നവകേരളം തീർക്കുവാൻ, നവകേരളം തീർക്കുവാൻ, നവകേരളം തീർക്കുവാൻ, നവകേരളം തീർക്കുവാൻ.